ഒരു വ്യക്തിയെ വധിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമാണ് ഇസ്ലാമിൽ. ഇത്രയും ഗൗരവമുള്ള കാര്യത്തിൽ അവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഷേഖന്മാർ ആരും ഒന്നും മുതിരാറില്ല, ചെയ്യാറില്ല. അതും ഇതിൽ പ്രത്യേകമായി കൊണ്ട് പരിഗണിക്കേണ്ടതാണ്, കണക്കാക്കേണ്ടതാണ്. കോടതി വിധിയില്ല മറ്റൊന്നും ഒരു താറാറുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് കമാ യുഹിബ്ബു റബ്ബുന വയർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ സഹോദരൻ അബ്ദുറഹീം, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ധാരാളം ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പല ചർച്ചകളും നടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ആ ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിയുള്ള ചർച്ചകളാണ് മിക്കതും. പല രൂപത്തിലുള്ള കമൻറ്റുകളും പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെയുണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പല അഭിപ്രായങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങളോ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടോ ഒന്നുമല്ല പലരും സംസാരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ അബ്ദുറഹീമിൻ്റെ ഭാഷ്യവും അദ്ദേഹത്തിൻ്റെ മൊഴികളുമൊക്കെ കോടതിക്ക് മുമ്പിൽ അതല്ലെങ്കിൽ ജഡ്ജിക്ക് മുമ്പിൽ പരിഭാഷപ്പെടുത്തി കൊടുത്ത പരിഭാഷകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഭിമുഖം കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ധാരാളം ആളുകൾ അത് കണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പല സംശയങ്ങളും പലർക്കും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേസ് ഒരു 18 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയത്? പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താണ്? വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിധിവിലക്കുകളും ശിക്ഷാ നിയമങ്ങളും അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായ നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ വിഷയത്തിൽ എന്തെങ്കിലും മാനവിക വിരുദ്ധമായ നിയമങ്ങളുണ്ടോ, എന്തെങ്കിലും കാടൻ നിയമങ്ങളുണ്ടോ, മനുഷ്യന് ദോഷകരമായ വല്ലതുമുണ്ടോ, അതോ മാനവികമാണോ, അതിൻ്റെ സൗന്ദര്യം എത്രത്തോളമുണ്ട്, അതൊക്കെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇസ്ലാം വിമർശിക്കപ്പെടും തോറും അതിൻ്റെ നീതിയും സൗന്ദര്യവും അതിൻ്റെ മാനവികതയും ലോകത്തിൻ്റെ മുമ്പിൽ കൂടുതൽ വെളിപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും അത് നമുക്ക് ആ ചർച്ച പൂർണ്ണമായ നിലക്ക് പ്രമാണബദ്ധമായി കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം ഈ വിഷയത്തിൽ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളും ശിക്ഷാ നിയമങ്ങളും എന്തൊക്കെയാണ്, അതിൻ്റെ സൗന്ദര്യം എത്രത്തോളമുണ്ട്, എന്തുകൊണ്ട് ഈ കേസ് 18 കൊല്ലത്തോളം നീട്ടിക്കൊണ്ടുപോയി, എല്ലാം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എത്രത്തോളമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു മതമാണത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അവ്യക്തമായ മൊഴികളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ ഒരിക്കലും ഇസ്ലാമിക കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയില്ല. വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഒരു ഇസ്ലാമിക ശരീഅത്ത് കോടതിക്ക് സാധ്യമാവുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഗുരുതരമായ പാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നത് നമുക്ക് വ്യക്തമായ നിലക്ക് കാണാൻ കഴിയും. അതായത് ഒരാളെ മനഃപൂർവ്വം അകാരണമായി വധിക്കുകയാണെങ്കിൽ അയാൾക്ക് പാരത്രിക ലോകത്ത് ലഭിക്കുന്ന ശിക്ഷയുടെ ഗൗരവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 93-ാമത്തെ വചനം. ആ വചനം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അന്യായമായി കൊല നടത്തുന്നതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. എന്നാണ് അള്ളാഹു പറയുന്നത്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ഒരാൾ മനഃപൂർവ്വം ഒരു വിശ്വാസിയെ വധിക്കുകയാണെങ്കിൽ ഫജസാഉഹു ജഹന്നം, അവന് പ്രതിഫലമായി പരലോകത്ത് നൽകുന്നത് കഠോരമായ നരകമാണ്, ജഹന്നമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഖാലിദൻ ഫീഹ, അവൻ അതിൽ ശാശ്വതനായിരിക്കുമെന്ന് മാത്രമല്ല വഗളിബല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ കോപം ആ മനുഷ്യൻ്റെ മേലുണ്ടാകും, വലഅനഹു, അള്ളാഹുവിൻ്റെ ശാപവും ആ മനുഷ്യൻ്റെ മേലുണ്ട്, വഅദ്ദ ലഹു അദാബൻ അളീമ, വമ്പിച്ച അതികഠോരമായ ശിക്ഷ
ആ മനുഷ്യന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അന്യായമായി ഒരു വിശ്വാസിയെ കൊന്നാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. 5 ശിക്ഷകളാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. 1 ജഹന്നമുണ്ടെന്ന് പറഞ്ഞു, 2 അതിൽ ഖാലിദ് ശാശ്വതമായിരിക്കുമെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കോപമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം ആ മനുഷ്യൻ്റെ മേൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മാത്രമല്ല അതിനു പുറമെ വേദനാജനകമായ കഠോരമായ ശിക്ഷ വേറെയും സജ്ജമാക്കിയിരിക്കുന്നുവെന്ന് അള്ളാഹു കൃത്യമായി പറയുകയാണ്. എന്നാലോചിച്ച് നോക്കൂ, ഈ ആയത്ത് തന്നെ മതി ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എത്രത്തോളമുണ്ട് എന്ന് പറയാൻ. ഇവിടെ വിശ്വാസിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എത്രത്തോളമുണ്ട് എന്ന് മറ്റു വചനങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അകാരണമായി വിശ്വാസിയെ എന്നല്ല, ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്ന പാപഭാരമാണ് ആ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരിക എന്ന് മറ്റൊരിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ, രണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ വാളുകൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും, ഒരാൾ കൊലയാളിയായിരിക്കും, ഒരാൾ കൊല്ലപ്പെട്ടവനായിരിക്കും, രണ്ടുപേരും നരകത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അനുചരന്മാർ നെട്ടലോടുകൂടെയാണ് കേട്ടത്. അവർ ചോദിച്ചു പ്രവാചകരോട്, കൊലയാളിയുടെ കഥ ശരി, അവൻ കൊന്നതുകൊണ്ടാണല്ലോ, നരകത്തിലാണ്, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ ഫമാ ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ എന്തുകൊണ്ടാണ് നരകത്തിൽ പോകുന്നത് പ്രവാചകരെ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, തൻ്റെ സഹോദരനെ കൊല്ലാൻ അയാൾ ആഗ്രഹിച്ചവനാണ്, അതുകൊണ്ട് ആ ആഗ്രഹത്തിൻ്റെ മേൽ അയാൾ നരകത്തിൽ പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. വളരെ വ്യക്തമായ നിലക്ക് നമ്മൾ വിഷയം പഠിക്കണം. ധാരാളം പ്രവാചക വചനങ്ങൾ മനുഷ്യൻ്റെ ജീവൻ, അവൻ്റെ അഭിമാനം, അവൻ്റെ സമ്പത്ത് എല്ലാം പവിത്രമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, വിടവാങ്ങൽ ഹജ്ജിൽ അവിടുന്ന് ലോകത്തോട് ഉറക്കെ വിളംബരം ചെയ്ത ഒരു കാര്യമുണ്ട്, ഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, അതേപോലെ വ അറാലക്കും, നിങ്ങളുടെ അഭിമാനം, അതേപോലെ വ അംവാലക്കും, നിങ്ങളുടെ ധനം, ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ പവിത്രമാണ്, കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ, ഈ നാടിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഏറ്റവും പവിത്രമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. അത് അന്യായമായി ഒരിക്കലും ചിന്തുകയോ അത് തട്ടിപ്പറിക്കുകയോ അഭിമാനം ക്ഷതപ്പെടുത്തുകയോ പാടില്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഗൗരവമായി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, മാത്രമല്ല നാളെ പാരിത്രിക ലോകത്ത് മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോൾ ഒന്നാമതായി വിചാരണ ചെയ്യുന്നത്, ആദ്യമായി വിചാരണക്കെടുക്കുന്നത് കൊലപാതക കുറ്റമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണയായിരിക്കും ആദ്യം നാളെ പരലോകത്ത് നടക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ധാരാളം ഇനിയും നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും, പക്ഷെ ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്നില്ല. ഇത്രയും ശക്തമായ നിലക്ക് താക്കീത് ചെയ്തിട്ടും പിന്നെ കൊലപാതകം സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം അവിടെ വളരെ വ്യക്തമായ നിലക്ക് തന്നെ ചില നിയമങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയെ അന്യായമായി കൊന്നാൽ ആ വ്യക്തിക്ക് കൃത്യമായ നിലക്ക് ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രായോഗിക നിയമം പ്രസക്തമാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ കൊലക്ക് പ്രതികാരം ശീലിച്ച ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത്. പക്ഷേ അവിടെയൊക്കെ അനീതികൾ നിലനിന്നിരുന്നു. ഒരു വ്യക്തിയെ കൊന്നാൽ ഒരു ഗോത്രത്തെ മുഴുവനും കൊന്നൊടുക്കിയിരുന്ന അതേ അനീതികൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത്. മനസ്സിലാക്കണം നമ്മൾ, അവിടെ നീതിയോടുകൂടെയുള്ള പ്രതിക്രിയ ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 178 വചനം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങളുടെ മേൽ പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു. എന്തൊരു മനോഹരമാണ്! ഫിൽ ഖത്ല, കൊലപാതകത്തിൻ്റെ വിഷയത്തിൽ, കൊലയുടെ വിഷയത്തിൽ. എങ്ങനെയാണത്? അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. അതേ നോക്കൂ നിങ്ങൾ, സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രന് സ്വതന്ത്രനും, അടിമക്ക് അടിമയും, ആണിന് പെണ്ണിന് പെണ്ണും, ഈ നിലക്ക് നിങ്ങളുടെ മേൽ പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു. ഫമൻ ഉഫിയ മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്.
ഇനി ആർക്കെങ്കിലും തൻ്റെ സഹോദരനിൽ നിന്ന് വിട്ടുവീഴ്ച ലഭിക്കുകയാണെങ്കിൽ ഫത്തിബാഉം ബിൽ മഅറൂഫ്, സദാചാര മര്യാദ പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. വഅദാഉം ഇലൈഹി ബിഇഹ്സാൻ, വളരെ നല്ല നിലക്ക് ആ ബ്ലഡ് മണി അവന് കൊടുത്തു വീട്ടുകയും ചെയ്യണം. എന്നിട്ട് അല്ലാഹ് പറയാണ് ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, അത് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇളവും കാരുണ്യവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിനുശേഷവും പിന്നെ ആരെങ്കിലും അതിക്രമം ചെയ്യുകയാണെങ്കിൽ അവന് വേദനാജനകമായ ശിക്ഷ ലഭിക്കുമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയാൻ. അപ്പോൾ ഇത്രയും ഗൗരവമായി താക്കീത് നൽകപ്പെട്ട ഒരു വിഷയത്തിൽ പിന്നെയും കൊലപാതകം നടത്തിയാൽ കൃത്യമായ നിലക്ക് നീതിയുക്തമായ നിലക്ക് പ്രതിക്രിയ നടപ്പിലാക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. എത്ര മനോഹരമാണ്, എത്ര മാനവികമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കൂ. കുറ്റവാളി അർഹിക്കപ്പെടുന്ന ശിക്ഷ കിട്ടാതെ വരുമ്പോൾ എന്താണ് സമൂഹത്തിൽ സംഭവിക്കുക? നമ്മൾ ധാരാളം കൊലപാതക കുറ്റങ്ങൾ, കൊലപാതക കേസുകൾ നമ്മുടെ നാട്ടിലും മറ്റും പത്രങ്ങളിലുമൊക്കെ ലോകത്ത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പലപ്പോഴും കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാത്തതിൻ്റെ പേരിൽ ആ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബവും ബന്ധുക്കളും മക്കളും ഭാര്യയും എല്ലാം വേദനിക്കുകയും പ്രയാസമനുഭവിക്കുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ കാഴ്ച ലോകത്ത് നമ്മൾ കാണുമ്പോൾ ഇസ്ലാം കൃത്യമായ നിലക്ക് നീതി നടപ്പിലാക്കാൻ ആവശ്യമായ നിയമമാണ് ആവിഷ്കരിക്കുന്നത്, ലോകത്തോട് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, 3 രൂപത്തിലാണ് കൊലപാതകങ്ങൾ സംഭവിക്കുക. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, 3 രൂപത്തിലാണ് കൊലപാതകങ്ങൾ. ഒന്ന് ഖത്ലുൽ ഖത്അ, അതായത് അബദ്ധവശാൽ ഒരാൾ കൊല്ലപ്പെടുക. നമ്മളൊരിക്കലും ഒരാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ അബദ്ധവശാലാണ് കൊല്ലപ്പെട്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളൊരു വേട്ടമൃഗത്തെ വെടിവെച്ചതാണ്, പക്ഷേ അതിലൂടെ ആ സമയത്ത് കടന്നുപോയ ഒരു മനുഷ്യന് അത് ആ വെടികൊള്ളുകയോ അമ്പുകൊള്ളുകയോ ചെയ്ത് അയാൾ മരണപ്പെട്ടു. അതൊരിക്കലും മനഃപൂർവ്വമുള്ള കൊലയല്ല. അതേപോലെ തന്നെ ഷിബുഹുൽ അംദ്, മനഃപൂർവ്വമല്ല എങ്കിലും മനഃപൂർവ്വം കൊല ചെയ്തതിനോട് സാദൃശ്യമുള്ള ഒരു കൊല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് പേരിങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ശണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കൊലക്ക് ഉപയോഗിക്കാത്ത ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് അയാളെ മെല്ലൊന്ന് അടിച്ചതാണ്, പക്ഷേ അത് മർമ്മത്തിൽ തട്ടി അയാൾ മരിച്ചുപോയി. ഇതും മനഃപൂർവ്വമുള്ള കൊലയല്ല, പക്ഷേ അതിനോട് സാദൃശ്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ആ കുറ്റവാളി ഒരിക്കലും തന്നെ കൊല്ലപ്പെടുകയില്ല ഇസ്ലാമിക ശരീഅത്തിൽ. മറിച്ച് ആ കുറ്റവാളി കഫാറത്തും ദിയയും നൽകുകയാണ് വേണ്ടത്. കഫാറത്ത് നൽകണം, അതോടൊപ്പം തന്നെ ബ്ലഡ് മണി നൽകണം. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് പറയുകയാണ്. ഈ നിയമങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു പ്രതിയുടെ വിഷയത്തിൽ ഇസ്ലാമിക കോടതി ഒരു ശിക്ഷ വിധിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും പഠിക്കാതെയാണ് ഇസ്ലാം കാട നിയമമാണ്, അങ്ങനെയാണ്, അനീതിയാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചാരണം നടത്തുന്നത്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കാണാം, വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, അബദ്ധവശാൽ ഒരു മുഅ്മിനെ വിശ്വാസിയെ ഒരാൾ കൊന്നാൽ ഫതഹ്രീറു റഖബ, അതിനുള്ള കഫാറത്ത് എന്താണ്? ഒരടിമയെ മോചിപ്പിക്കലാണ്. ഫതഹ്രീറു റഖബത്തി മുഅ്മിന, മുഅ്മിനായ ഒരടിമയെ മോചിപ്പിക്കലാണ്. വദിയത്തുൻ മുസല്ലമത്തുൻ ഇല അഹ്ലിഹി, ആ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിലേക്ക് ബ്ലഡ് മണി കൊടുക്കലുമാണ്. ഫമല്ലം യജിദ് ഫസിയാമു ഷഹ്റൈനി മുതതാബിഐനി, ഇനി അടിമയെ മോചിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഘട്ടമാണെങ്കിൽ അവൻ 2 മാസം തുടരെ നോമ്പെടുക്കുകയാണ് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് പറയുന്നു. അപ്പോൾ അത് അബദ്ധവശാൽ നമ്മുടെ കരങ്ങളെ കൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു വധശിക്ഷയ്ക്ക് വിധി ഇസ്ലാമിലില്ല, അങ്ങനെ വിധിക്കാനും കഴിയൂല. മനസ്സിലായല്ലോ? ഇനി മനഃപൂർവ്വമുള്ള വധം, അതിന് ഖത്ലുൽ അംദ് എന്നാണ് പറയുക. മനഃപൂർവ്വം കരുതിക്കൂട്ടി അകാരണമായി ഒരാളെ കൊല്ലുക. അങ്ങനെ കൊല ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ആ കൊല ഇസ്ലാമിക കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ അതിന് 3 രൂപങ്ങളാണ് ഉണ്ടാവുക. ഏതാ 3 രൂപങ്ങൾ? ഒന്ന്, ആ പ്രതി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും. അതല്ലെങ്കിൽ ദിയ, ബ്ലഡ് മണി നൽകി അയാൾ സ്വതന്ത്രനാകും. അതുമല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ നിരുപാധികം ആ പ്രതിക്ക് മാപ്പ് കൊടുക്കുന്നു കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം. ഈ 3-1 ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ കൃത്യമായ നിലക്ക് ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ മാനവികതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ നിങ്ങൾ, ലോക നിയമങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു കൊലയാളി മറ്റൊരാളെ കൊന്നു എന്ന്, മനഃപൂർവ്വം കൊന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ, കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ അയാൾ കൊല്ലപ്പെടണമെന്ന നിയമമാണല്ലോ ലോകത്തുള്ളത്. അവിടെ ഒരാൾക്കും കനിയാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും അതിന് സാധ്യമല്ല, രാഷ്ട്രപതി കനിയണം. എന്നാൽ അതിൻ്റെ പരമാധികാരം കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് നൽകുകയാണ് ഇസ്ലാം. അവരാണ് അതിൻ്റെ പേരിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവരാണ്
വിധി നടത്താനുള്ള അവകാശം മാത്രമാണ് കോടതിക്കും നിയമവ്യവസ്ഥകൾക്കും ഉള്ളത്. അത് നടപ്പിലാക്കേണ്ട അധികാരം കൊല്ലപ്പെട്ടവന്റെ കുടുംബം വേദനിക്കുന്ന കുടുംബമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ സൗദിയിലെ കോടതിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാനും അറിയാനും പത്രങ്ങളിലൂടെ വായിക്കാനും ഒക്കെ കഴിയും. അവിടെയൊന്നും അവിടുത്തെ രാഷ്ട്രപതിയോ രാജാവോ അതല്ലെങ്കിൽ ഭരണാധികാരികളോ ഇടപെടാൻ അവർക്ക് സാധ്യമല്ല. രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിക്കെതിരിൽ വിധി വന്നാൽ പോലും അവിടെ ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മാപ്പ് കൊടുത്ത അവസാന നിമിഷത്തിൽ വെട്ടാൻ വാളോങ്ങുന്ന സമയത്ത് കുടുംബം മാപ്പ് കൊടുത്ത മനോഹരമായ എത്രയോ കാഴ്ചകൾ സൗദിയിലെ കോടതിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ നിയമം. നോക്കൂ നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഇത് തീരുമാനിക്കാനുള്ള അവകാശം ആ കുടുംബത്തിനാണ്. എന്നാലും ക്ഷമക്കും വിട്ടുവീഴ്ചക്കും പ്രേരണ നൽകുകയാണ് ഇസ്ലാം. മാപ്പ് കൊടുക്കുകയാണ് നല്ലത്, വിട്ടുവീഴ്ച ചെയ്യുകയാണ് നല്ലത് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരാളും അകാരണമായി അതല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലണം എന്ന ഒരു നിയമം ഇസ്ലാമിലില്ല. പരമാവധി രക്ഷപ്പെടട്ടെ എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നു ഇങ്ങനെ ഖിസാസ് പ്രതിക്രിയ ഉണ്ട് എന്ന് പറഞ്ഞ അതേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫമൻ ഉഫിയ മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. തൻ്റെ സഹോദരനിൽ നിന്ന് ആർക്കെങ്കിലും ഇളവോ മാപ്പോ നൽകുകയാണെങ്കിൽ അവിടെ സദാചാര മര്യാദ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ബ്ലഡ് മണി കൃത്യമായി കുടുംബത്തിലേക്ക്, ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അവകാശികൾക്ക് കൊടുത്തുവിട്ടുകയും ചെയ്യണമെന്ന് ഇസ്ലാം പറയാൻ. അപ്പോൾ ഇവിടെയും ഒരു കൊലയാൾക്ക് അവസാനം ഒരു പ്രതീക്ഷ ഇസ്ലാം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കാരുണ്യം, ഇസ്ലാം നൽകുന്ന ആ മാനവികമായ കാരുണ്യം, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അബ്ദുറഹീമിന് വേണ്ടി പിരിക്കുന്നതും അതെങ്കിൽ പിരിവ് പൂർത്തിയാക്കിയതും ഇനി അദ്ദേഹം വരാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുന്നതുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാം അവിടെയും ഒരു പ്രതീക്ഷ നൽകുകയാണ് കൊലയാളിക്ക് പോലും. ഇനി മോചനദ്രവ്യം, ബ്ലഡ് മണി. അടുത്തതായി ആളുകൾക്കുള്ള സംശയം അതാണ്, ബ്ലഡ് മണി എന്താണ് ഇസ്ലാമിലെ മോചനദ്രവ്യം, ദിയ, അതിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ മോചനദ്രവ്യം എന്ന് പറയുന്നത്, ബ്ലഡ് മണി എന്ന് പറയുന്നത് വിവിധ പ്രായത്തിലുള്ള 100 ഒട്ടകങ്ങളാണ്. 100 ഒട്ടകങ്ങൾ അബദ്ധത്തിലോ അറിയാതെയോ സംഭവിച്ച കൊലയിൽ ആണെങ്കിൽ ഈ 100 ഒട്ടകങ്ങളുടെ വിലയേക്കാൾ കൂടാൻ പാടില്ല ബ്ലഡ് മണി. അതാണ് ഇസ്ലാം പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം, അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അതല്ലെങ്കിൽ മനഃപൂർവ്വമല്ല, അബദ്ധത്തോട് സാദൃശ്യമുള്ള ഷിബുഹുൽ അംദാണ്. ഇങ്ങനെയുള്ള കൊലകളൊക്കെ ആണെങ്കിൽ 100 ഒട്ടകങ്ങളാണ് അതിൻ്റെ, 100 ഒട്ടകങ്ങളുടെ വിലയാണ്, അല്ലെങ്കിൽ 100 ഒട്ടകങ്ങളാണ് അതിൻ്റെ ബ്ലഡ് മണി. അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം ചോദിക്കാൻ പാടില്ല. എന്നാൽ മനഃപൂർവമായ കൊലയാണെങ്കിൽ അതിൻ്റെ ബ്ലഡ് മണിയും 100 ഒട്ടകങ്ങൾ തന്നെയാണ് വിവിധ പ്രായത്തിലുള്ള. എന്നാൽ ഈ 100 ഒട്ടകങ്ങൾ പോരാ, അതിനേക്കാൾ കൂടുതൽ ലഭിക്കണമെന്ന് കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ കൊലയാളിയുടെ ബന്ധുക്കളും കൊല്ലപ്പെട്ടവന്റെ കുടുംബവും തമ്മിൽ ചർച്ച ചെയ്ത് അവർ ഒരു സുൽഹ് ചെയ്ത് ഉടമ്പടിയുണ്ടാക്കി അധിക തുക വാങ്ങുന്നതിന് ഇസ്ലാമിൽ വിരോധമില്ല. കാരണം അത് ചിലപ്പോൾ അനിവാര്യമായി വരും. അങ്ങനെ ഒരു അധിക തുക കൊടുത്തിട്ടെങ്കിലും ഇയാൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടട്ടെ, അതിനുള്ള ഒരു വാതിൽ ഇസ്ലാം തുറന്നിട്ടിരിക്കുകയാണ്. അതല്ലാതെ ഒരു നിശ്ചിത സംഖ്യ 100 ഒട്ടകം, ആ 100 ഒട്ടകം പറ്റൂല എങ്കിൽ അയാൾ കൊല്ലപ്പെടട്ടെ, ഇല്ല, അവിടെ കടുംപിടുത്തമില്ല. എന്തുകൊണ്ടാണത്? മാനവികമാണ്. ആ മനുഷ്യൻ കൊല്ലപ്പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടട്ടെ എന്നതുകൊണ്ടാണ് ഇസ്ലാം അവിടെ മറ്റൊരു ഓപ്ഷൻ കൂടെ നൽകുന്നത്. മുസാലഹത്ത് എന്നാണ് അതിന് പറയുക. അതായത് നിശ്ചയിക്കപ്പെട്ട 100 ഒട്ടകത്തേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കൊലയാളിക്ക് മാപ്പ് നൽകുകയുള്ളൂ എന്ന് കൊല്ലപ്പെട്ടവന്റെ കുടുംബം ഷാഢ്യം പിടിച്ചാൽ ആ ഷാഢ്യത്തിൽ നിന്ന് അയാൾ കൊല്ലപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുകയല്ല, മറിച്ച് അയാൾക്കൊരു രക്ഷപ്പെടാനുള്ള പഴുതുകൂടെ ഇസ്ലാം കൊടുക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, വമാ സാലഹു അലൈഹി ഫഹുവ ലഹും. അതായത് അവർ അതിന് പുറമെ, ഈ നിശ്ചയിക്കപ്പെട്ട ബ്ലഡ് മണിക്ക് പുറമെ ഒരു സന്ധിയും കരാറും ഉണ്ടാക്കുകയാണെങ്കിൽ അതും അവർക്കുള്ളതാണ്, അതിന് വിരോധമില്ല. നേരെ മറിച്ച് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിലോ അബ്ദുറഹീമിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ഇത് വിമർശകർ ചിന്തിക്കാത്തത്? അപ്പോൾ ആ കുടുംബം പറയാണ്, ഞങ്ങൾക്ക് ഈ 100 ഒട്ടകൊന്നും പോരാ, അത് ഞങ്ങൾക്ക് പ്രയാസമാണ്, അതുകൊണ്ട് കൊല്ലപ്പെടട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിലോ അയാൾക്ക് പിന്നെ പിരിവില്ല, ചർച്ചയില്ല, ജനകീയ കൂട്ടായ്മയില്ല, ഒന്നുമില്ല, കൊല്ലപ്പെടും. എന്നാൽ അവിടെ ഇസ്ലാം വേറൊരു ഓപ്ഷനും കൂടെ നൽകുകയാണ്. വീണ്ടും ആ കുടുംബത്തെ വിളിച്ച് സന്ധി നൽകി, ശരി ഞങ്ങൾക്ക് 34 കോടി കിട്ടിയെങ്കിലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നവർ പറഞ്ഞപ്പോൾ ശരി,
അതിനൊരു ഓപ്ഷൻ നൽകുകയാണ്. സന്ധി ഉണ്ടാക്കി രണ്ടു കൂട്ടരും. ആ സന്ധിയുടെ ഫലമായിട്ടാണ് 34 കോടി പിരിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഇത്ര ബ്ലഡ് മണി എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് സന്ധിയുടെ ഭാഗമായിട്ടാണ്, മുസാലഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ ഈ മാനവികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൃത്യമായി മനസ്സിലാക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ഒരാൾ ഒരു കൊലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു, അങ്ങനെ ആ കൊലയാളിയുടെ അയാൾ ചെയ്ത കുറ്റം തെളിയിച്ചു എങ്കിൽ ആ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ 10 പേരുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ 10 പേരിൽ ഒരാൾ ഈ പ്രതിക്ക് മാപ്പ് കൊടുത്താൽ ആ പ്രതി കൊല്ലപ്പെടുകയില്ല. എത്രമാത്രം മാനവികമാണ്! ആ ബാക്കിയുള്ള 9 പേർക്കും ബ്ലഡ് മണിയാണ് ലഭിക്കുക. ഒരാൾ മാത്രം മാപ്പ് കൊടുത്താൽ മതി. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ കൊല്ലപ്പെട്ട വ്യക്തിയുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക കോടതി കാത്തു നിൽക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരാൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിൽ അയാളെ മക്കളാവട്ടെ, ആ മക്കളിൽ 10 പേരുണ്ട് അല്ലെങ്കിൽ 5 പേര് മക്കളുണ്ട്. അതിൽ 3 പേർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, 2 പേര് ചെറിയ മക്കളോ 1 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എങ്കിൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചാലും അത് നടപ്പിലാക്കൂല. ഈ 2 കുട്ടികൾക്ക് കൂടി പ്രായപൂർത്തിയാകാൻ എത്ര വർഷമെടുക്കുമോ അത്രയും വർഷം ഈ പ്രതിക്ക് വേണ്ടി കാത്തിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്തിനാണത്? അവരുടെ അവകാശങ്ങൾക്ക്, അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇയാൾക്ക് ഇത്രയും നീട്ടിക്കൊടുത്താൽ ഒരുപക്ഷെ ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പ്രായപൂർത്തിയും പക്വതയായി ഈ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാപ്പ് കൊടുക്കാൻ ആഗ്രഹിച്ചാൽ ആ പ്രതിക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. അതുകൊണ്ട് ഇസ്ലാമിക കോടതി അങ്ങനെ പെട്ടെന്നാണ് കൊല്ലൊന്നുമില്ല. ഇന്നിപ്പോൾ പല വിമർശനങ്ങളാണ്. 18 കൊല്ലം അബ്ദുറഹീമിൻ്റെത് പോയില്ലേ, 18 കൊല്ലം അയാൾ കാത്തിരുന്നില്ലേ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് ഗുണമാണ്. ഏത് പ്രതിക്കും അങ്ങനെയാണ്. അതിന് വിശദമായി കേസിൽ ഇടപെട്ടവർ തന്നെ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 18 വർഷത്തെ അവർ കാത്തിരുന്നു. എങ്കിലും ഈ മരിച്ചുപോയ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് മാറ്റം വരികയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട്, അതുപോലെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ടായിരുന്നു. അവർ പ്രായപൂർത്തിയായതിൻ്റെ ശേഷം കേസ് വിധിക്കാം എന്ന് കരുതിയും കൊണ്ട്. അപ്പോൾ അത്രയും നല്ല ദയാലുവാണ്. പ്രത്യേകിച്ച് അവിടുത്തെ പണ്ഡിതന്മാരെല്ലാം ഒരു കറാത്ത് പോലും ചെയ്യുന്ന വിഷയത്തിൽ അവർ അങ്ങേയറ്റം അള്ളാനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരാണ്. അപ്പോൾ ഇതിലാണ് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ പരത്തുകയാണ്. കേട്ടില്ല സഹോദരങ്ങളെ, വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായ നിലക്കാണ് കാര്യങ്ങൾ ഒരു ഇസ്ലാമിക കോടതി അത് നിരീക്ഷിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിധി നടത്തുന്നതും. നമുക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാൻ പറ്റുന്നൊരു മേഖലയല്ല ഇത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ നിലക്കുള്ള വധശിക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്, നീതിയുക്തമാണ്, മാനവികമാണ്. ഒരു നിലക്കും അതിനെ വിമർശിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിനും സമാധാനത്തിനും അനിവാര്യമായ നിയമങ്ങളാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനിയൊരു സംഘം ആളുകൾ കൂടിയിട്ടാണ് ഒരാളെ കൊന്നതെങ്കിലോ ആ കൊന്നതിൻ്റെ പേരിൽ മുഴുവൻ പ്രതികൾക്കെതിരിലും ശിക്ഷാ നടപടിയും പ്രതികാര നടപടിയും ചെയ്യുമെന്നതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിയമം. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് കൊലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മേഖലയിലും ഇസ്ലാം അനീതി കാണിച്ചിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അനിവാര്യമാണെങ്കിൽ ഇനി അത്യാവശ്യമായി വരുന്ന വിഷയങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. സത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ പ്രചാരകരായി മാറാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.